ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. എന്തൊക്കെയാ പരിപാടികളൊന്നും നോക്കിയാലോ. ഇന്നത്തെ റേഷൻ മേടിച്ചത് ഒട്ടും വേവില്ലാത്ത കേട്ടോ. പെട്ടെന്ന് ഇളക്കിച്ച് പെട്ടെന്ന് ഇളക്കി വിട്ട ചുമന്ന ഒരു വെള്ളത്തിയിട്ടുണ്ട് കേട്ടോ. തണുപ്പ് പോകണം. ഇത് തേങ്ങ ഒക്കെ പുളി വെച്ചു. ഓരോ പണികൾ കുറച്ച് ചായക്കിടാൻ പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ പപ്പടം വറുത്ത എണ്ണയാട്ടോ. അതിനകത്ത് കുറച്ച് കഴിക്കണം. പിന്നെ മോരിനെടുക്കാനായിട്ട് ഉള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി അത് അരച്ചുകൊണ്ട് കൂട് കഴിവാണ് കേട്ടോ. ഒരു ലോഷൻ മേടിച്ചാലും നല്ല മണമുള്ള ലോഷൻ. ലൈസോൾ ഇട്ടിട്ട് മണമില്ല. അങ്ങനെ കർമ്മം വീഴ്ച വന്നിട്ടുണ്ട്. കൂട് വെള്ളം ഇങ്ങനെ വടിച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങത്തില്ല. മോര് കാച്ചി വെച്ചു, ചായ ഇട്ട് വെച്ചു. ഒരാൾ തറയും കൂടെ ഒന്ന് കഴുകാൻ പോകാം. മേളും തറയും ഒക്കെ ഒന്ന് കഴുകും. സ്ഥിരം ചെയ്യുന്നതല്ല, എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലേ. എന്നാലും അവനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ല. നമ്മൾ അപ്പത്തണം വൃത്തിയായിട്ട് നോക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞിപ്പം 4-5 വയസ്സായി. ഇനിയിപ്പോൾ എവിടെ കൊടുക്കാനാണ്. ഇവനെ പുറത്തോട്ടങ്ങനെ ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു കൂട് കെട്ടിയിട്ട് പുറത്തോട്ടാക്കണം. കാരണം എനിക്ക് നമ്മൾ ആ ചെറിയ ബിസിനസ് ഇല്ല, അത് ഇച്ചിരി വലുതാക്കണ്ടേ. അപ്പം അതിന് ഇവനെ ഒന്ന് മാറ്റിയാലേ പറ്റൂ. അതിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ തന്നെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അതിനെ പുറത്തോട്ടൊരു ചെറിയ ഷെഡ് പോലെ ആക്കിയിട്ട് അവനെ കളയാൻ പറ്റത്തില്ലല്ലോ. അവനെ വെളിയിലോട്ടാക്കണം. അങ്ങനെയൊക്കെ നോക്കുന്നു. അടുക്കളപ്പണി നടക്കുന്നു. പക്ഷേ മീനൊന്നും അലിയാതെ എനിക്ക് ജോലി നടക്കത്തില്ല. കൈ വെച്ച് ഭയങ്കര തണുപ്പല്ലേ, വെട്ടണ്ടേ. അതുകൊണ്ട് കുറച്ചെടുക്കും. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം, കിഴങ്ങറി ഉണ്ടാക്കണം. അത് കിഴങ്ങറി മോളുണ്ടാക്കും, ചപ്പാത്തി ഞാനുണ്ടാക്കും. അല്ലേടി? രാവിലെ തുമ്മൽ തുടങ്ങി കേട്ടോ. നമുക്ക് ചെറിയ അലർജി ഉണ്ട്. അപ്പോൾ തുമ്മൽ തുടങ്ങി. അതിൻ്റെ ഒരു ഇതായിട്ടിരിക്കുകയുള്ളൂ. മൂക്കിനകത്ത് മൊത്തവും പ്രശ്നമായിട്ടിരിക്കുന്നു. രാവിലെ ചില ദിവസം എണീക്കുമ്പോൾ ഉണ്ട്. അതിനൊരു ഗുളികയുണ്ട്, അത് കഴിക്കുമ്പോൾ മാറി. ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റും. അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ രാവിലെ തൊട്ട് തുമ്മൽ. ഇവിടെയും കൂടെ കഴുകി കഴിഞ്ഞാൽ ഇവിടുത്തെ പണി കഴിയും. ഇവിടെ പിന്നെ ഇപ്പോൾ തറയൊന്നും കഴിവില്ല. പിന്നെ ജോലി ചെയ്യാനും വൃത്തിയായിട്ട് കിടക്കുന്നു. ഞാൻ വെട്ടട്ടെ, ഒറ്റയ്ക്ക് വരും. സന്തോഷം ചെറിയ ആർത്ത് വെച്ച് വെട്ടോ. അല്ലെങ്കിൽ മൊത്തം തിറക്കും. കണ്ട എന്നെക്കൊണ്ട് കഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ മറ്റേ പിച്ചാത്തി വെച്ചാലുണ്ട്. ഇത് മുനയുള്ളയാകുമ്പോൾ അത് ചെതമ്പലൊന്ന് വെച്ച് കളഞ്ഞിരുന്നെങ്കിൽ. മീൻകറി തിളച്ച്. പുളിമുളകാണ്, മുളക് കറി. മീൻ പൊരിക്കാനുള്ളതെല്ലാം കെട്ടി വെച്ച്. തലയാണ് കൂടുതൽ കേട്ടോ, കഷ്ണം കുറവാണ്. വെട്ടി വന്നപ്പം കുറച്ചേ ഉള്ളൂ. കറക്കിടാനുള്ള ഞങ്ങൾക്ക് അതിൻ്റെ മുന കൊണ്ടുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ ആലോചിച്ചു. ഉപയോഗമൊക്കെ ഇതിനകത്ത് ഞാൻ അരിഞ്ഞാന്ന് പറഞ്ഞില്ലേ. ഇത്രയും കണ്ണരിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ കളി. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേർക്കും കുഴപ്പമാണ്. കൊള്ളാം. നിങ്ങളെ കാണിയില്ലേ, അവളെ മാത്രം കാണിക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നിന്ന് വീഡിയോ ഇറങ്ങി. അതാ അച്ഛനെല്ലാം ക്യാമറ കാണുമ്പോ ഇങ്ങനെയാണ്. നമ്മളെ മുഖത്ത് കൊണ്ടുവച്ചെടുപ്പ് കണ്ട. എട് തിരിച്ചു വെച്ചെട്. രണ്ടുപേരും കൂടെ അത് അറയിട്ട് പൊട്ടിയിരി. തേങ്ങാപ്പാൽ വെച്ചു കേട്ടോ. പക്ഷെ വീഡിയോ എടുത്തത് കിട്ടിയില്ല. ഒരാൾ ആദ്യമേ നല്ല വീഡിയോ എടുത്തു തന്നതാട്ടാ. പക്ഷെ എന്റെ കുഴപ്പമില്ല. ഞാൻ അത് ഞെക്കണേന്ന് പറഞ്ഞു, എന്നിട്ട് ഞെക്കിയില്ല. എടുത്തോന്ന് പറഞ്ഞു. അതാ എടുത്തതും പോരാ. അതല്ലേ അത് ഓർമ്മ കൂടെ നിളക്കുക. അത് പിടിച്ചിട്ട് നടക്കാൻ. അല്ലെങ്കിൽ എന്തല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ചപ്പാത്തി കളയൊക്കെ അടക്കണ്ടല്ലോ.
മീനല്ല, തലയാണ് കൂടുതൽ. മോരുണ്ട്, തോരനുണ്ട്. പിന്നെ ഇന്ന് രാവിലെയാണ് വെള്ളം തിളപ്പിച്ചത് കുടിക്കാൻ. ചില ദിവസം ഇപ്പോൾ രാവിലെ വെള്ളം ഇത് ഞാൻ കുറച്ച് നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊട്ട് അച്ചാറിടുവാണ് കേട്ടോ, ചെറിയ പാക്കറ്റിലാക്കി കൊടുക്കാനായിട്ടേ. കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട്, അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തൂത്ത് തുടയ്ക്കണം. പിന്നെ ഒരു മരണം വീട്ടിൽ പോകണം കേട്ടോ. ചേട്ടൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ പോകാൻ പറ്റിയില്ല, നമ്മുടെ സ്വന്തക്കാരല്ല. അപ്പോൾ ഞാനും മോളോട് വെച്ച് ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന്. ചേട്ടൻ മഷായി പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ വിട്ടൊന്ന് പോകണം. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് മോളെ കൊണ്ട് ഓട്ടോ ഇല്ല, വെയിലുള്ളാതെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ബാക്കി വരുങ്ങളല്ലേ. ചെവിയിൽ മരുന്ന് വെക്കട്ടെ, മരുന്ന് വെച്ചാൽ ചെവിയിലിങ്ങനെ തുടച്ചിട്ട് കുഴമ്പിടും. അപ്പൊ ഒന്ന് കാണിച്ച് ഇല്ല പോയി. ഇവിടെ 2 തൈര് അത് ഉണങ്ങി പൊട്ടിയിരിക്കുക. അത് നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം. അല്ലേ, പിന്നെന്താ അകം അങ്ങാണ്ട് ക്ലീൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ നാളെ. അപ്പൊ മറ്റന്നാൾ തൊട്ടൊരാൾ കോളേജിൽ പോകാൻ തുടങ്ങും. ഇനി വെയിലൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നും കാണത്തില്ലായിരുന്നു. വെയില് രാവിലെ ചേട്ടൻ കൊണ്ടാക്കും, പിന്നെ വൈകിട്ടത്തെ കാര്യമുള്ളൂ. റെസ്റ്റ് എടുത്ത് ഒരാൾ കിടന്ന് ഉറക്കമായി. ചൂടിപ്പോൾ വെച്ച് കിടന്നുറങ്ങുന്നു. എണീര്. ഇപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറിടാനുള്ള പുറപ്പാടാണ് കേട്ടോ. കടുക് എണ്ണയൊക്കെ ഒഴിച്ചു, ഉപ്പിലിട്ട് വെച്ചതുകൊണ്ട് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അച്ചാറിട്ട് വെച്ചാൽ അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ റെഡിയായി കേട്ടോ. ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണം. ബാക്കിയൊക്കെ ഒതുക്കിയിട്ടേക്കുക, നാരങ്ങ അച്ചാറിട്ട പാത്രമേ. എന്നിട്ട് ഇനി അവിടെ എല്ലാം ഒന്ന് തൂക്കണം. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കണം. പുറത്ത് നല്ല മഴ. എന്ത് വേണം? ചോറ് വേണ്ട, അപ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ അവർക്ക് തിന്നത്തോളൂ. ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ്. പുറത്ത് നല്ല മഴ കേട്ടോ. ഉച്ചക്കായപ്പോൾ മഴ തുടങ്ങി. രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ പോയി, പിന്നെ വന്നു. എനിക്ക് വിശക്കുന്നു. ഞാൻ ചോറ് കഴിക്കാൻ തോന്നി. ബിരിയാണി ചോറ് കഴിക്കാം നമുക്ക്. ഇച്ചിരി കറക്റ്റ് ബിരിയാണി ഉണ്ട്. തിന്നുമ്പോഴും അതേ തിന്നു. രാത്രിത്തേക്ക് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് മൂടി. ഇപ്പം എന്തിനാണ് കാര്യം, ഫുഡ് കൊടുത്തില്ലേ? ഇനി കുറച്ച് അച്ചാറും